ഏതാണ്ട് 30 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം എസ് ബി കോളേജ് എന്ന ഈ മഹത്തായ കലാലയത്തിൽ നിന്നും വിരമിക്കുന്ന ഈ ഘട്ടത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും അറിയിക്കുവാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. 1995 ആദ്യമായി എസ് ബി കോളേജിൽ സാർ ലെക്ചറായി എത്തുമ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ബികോം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സാറിൻ്റെ സുദീർഘമായ ഈ അധ്യാപന ജീവിതത്തിലെ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥി ആകുവാനുള്ള വലിയ ഭാഗ്യം അങ്ങനെ എനിക്ക് ലഭിച്ചു. സാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ വിദ്യാർത്ഥികളുമായും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു ബന്ധം സൃഷ്ടിക്കുവാനും അത് പഠനത്തിലും ജീവിതത്തിലും നമ്മെ ഏറ്റവും നല്ലവരാക്കാൻ സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പഠനത്തിൽ വലിയ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളോടൊപ്പം അല്ലാത്തവരോടും എന്നെപ്പോലെ കലാലയ രാഷ്ട്രീയത്തിലും കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങളിലുമൊക്കെ പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥികളോടും ഒരേപോലെ പെരുമാറുവാൻ സാറിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ആ പിന്തുണയും പ്രോത്സാഹനവും അധ്യാപന മികവും എല്ലാ വിദ്യാർത്ഥികളെയും കൃത്യമായി സാറിൻ്റെ ക്ലാസ്സുകളിൽ എത്തിച്ചിരുന്നു. ഓരോ വിദ്യാർത്ഥിയെയും കാണുമ്പോൾ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അത് വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വളരെയധികം ഉയർത്തുകയും അവരുടെ ജീവിത വിജയങ്ങളിൽ എത്തുന്നതിന് വളരെയധികം സഹായിക്കുകയും ചെയ്തു എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. സാറിൻ്റെ ഉപദേശങ്ങളും പഠനപാഠങ്ങളും ജീവിത പാഠങ്ങളും നമ്മെ എക്കാലത്തും മുന്നോട്ട് നയിക്കും എന്നതിൽ സംശയമില്ല. സാറിൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടം മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നത്. ഇനിയും സാറിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും പൊതുമേഖലയിലും എല്ലാം വളരെയധികം സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന് ജഗദീശ്വരൻ സാറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സാറിൻ്റെ സേവനത്തിൻ്റെയും ഓർമ്മകളോട് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ആയിരത്തി 1994 ഞാൻ എംഫിൽ കഴിഞ്ഞ് UGC നെറ്റ് എക്സാമിനേഷൻ പാസ്സായി ഏതാനും മാസങ്ങൾക്ക് ശേഷം എസ് ബി കോളേജിലെ ഇൻ്റർവ്യൂവിൽ എന്നെ വിളിക്കുകയും ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയും ചെയ്തു. യഥാർത്ഥത്തിൽ ആപ്ലിക്കേഷൻസ് എസ് ബി കോളേജിൽ വിളിക്കുന്നത് ഒരു 13 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ്. ആപ്ലിക്കേഷൻ വിളിച്ചപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ നെറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിരുന്നില്ല. അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ എംഫിൽ കോഴ്സെല്ലാം കഴിഞ്ഞ് പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തത്. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ബികോമും എംകോമും ഒക്കെ പഠിച്ച മെഡിസിൻ പാറക്കടവിൽ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഏതായാലും കോളേജിൽ വരുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞു. ഞാൻ തിരുവല്ലയിലെ മാർത്തോമ അക്കാഡമിയിൽ ആ സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ ഏതാണ്ട് തലേ ദിവസം UGCയുടെ നെറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പുറത്തു വന്നു. അത് ജയിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്നത്തേതുപോലെ വെബ്സൈറ്റിലൊന്നും അല്ല വരിക. എംപ്ലോയ്മെൻറ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു പ്രിൻ്റ് പബ്ലിക്കേഷനിലാണ് വരിക. അതിൻ്റെ ഒരു കോപ്പിയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ആപ്ലിക്കേഷനോടൊപ്പം ചേർത്ത് എസ് ബി കോളേജിൻ്റെ ഓഫീസിൽ സമർപ്പിക്കുകയാണുണ്ടായത്. ഈ കോളേജിലേക്ക് വരുന്നതിന് എന്നെ തിരഞ്ഞെടുക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് UGCയുടെ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴേക്കും UGCയുടെ നെറ്റ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് എത്തിയിരുന്നില്ല. എംഫിൽ കോഴ്സ് പൂർത്തിയാക്കിയെങ്കിലും പ്രോജക്റ്റ് സബ്മിഷൻ്റെ ഡേറ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് സബ്മിഷൻ നടന്നിരുന്നില്ല. പക്ഷേ കേരള സർവകലാശാലയിലെ കൊമേഴ്സ് വിഭാഗത്തിൻ്റെ മേധാവി പ്രൊഫസർ ശാരംധരൻ
അദ്ദേഹം എനിക്കൊരു ലെറ്റർ തന്നു. ഈ പ്രൊജക്റ്റ് 2 മാസത്തിനുള്ളിൽ തീരും, അത് സബ്മിറ്റ് ചെയ്യും എന്നുള്ള ഒരു അഷുറൻസ്. അദ്ദേഹത്തിന് അങ്ങനെ എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല. കാർക്കശ്യ സ്വഭാവമുള്ള ഒരു അധ്യാപകനായിരുന്നു, എങ്കിൽ കൂടി വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് വേണ്ടപ്പെട്ട ആ സർട്ടിഫിക്കറ്റ് തന്നു. അതുപോലെ തന്നെ എൻ്റെ ഗൈഡായിട്ടുള്ള ഡോക്ടർ എസ് കെവിൻ, അദ്ദേഹവും എനിക്കൊരു ഇൻട്രൊഡക്ടറി ലെറ്റർ തന്നു. അതായത് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ജോസഫ് സാറിൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി അതെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്നെ നന്നായിട്ട് അറിയാമെന്നും നല്ലൊരു വിദ്യാർത്ഥിയാണെന്നും നല്ല അധ്യാപകനാകാൻ സാധിക്കുമെന്നും ഭാവിയിൽ SD കോളേജിന് നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് എന്ന് സർട്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി ലെറ്ററാണ് കൊടുത്തത്. എനിക്ക് ആകെ ഈ കോളേജുമായി ലിങ്ക് ചെയ്യാൻ ഉണ്ടായ ഒരു കാര്യം ഇത് മാത്രമാണ്. കാരണം ഞാൻ ഈ കോളേജിൽ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഈ ക്യാമ്പസിലെ അധ്യാപകരെയോ ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റിലിരിക്കുന്ന ആൾക്കാരെക്കുറിച്ചൊന്നും വലിയ കാര്യമായ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് ഇൻ്റർവ്യൂ തുടങ്ങി. ഗവൺമെൻറ് നോമിനി ദൈവാധീനത്താൽ നല്ല ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു IAS ഓഫീസറാണ്. അദ്ദേഹം എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത് അക്കാലത്തെ പ്രധാനപ്പെട്ട അന്ന് ഏറ്റവും ഹോട്ടായിട്ടുണ്ടായിരുന്ന സെൻവാറ്റ്, മോഡിഫൈഡ് സെൻവാറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. കാരണം അദ്ദേഹം ഏതോ ഒരു ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ഒരു ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ ഡയറക്ടറോ മറ്റോ ആയിരുന്നു. ആളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ കൂടി നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. ആ സമയത്ത് തിരുവല്ലയിലെ മർത്തോമ അക്കാഡമിയിൽ ഞാൻ ICWAയ്ക്കും കമ്പനി സെക്രട്ടറിഷിപ്പിനുമുള്ള ഒരു കോച്ചിങ് ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് ടാക്സേഷൻ. പ്രത്യേകിച്ചും ICWAയ്ക്ക് ടാക്സേഷനകത്ത് കസ്റ്റംസ് ഡ്യൂട്ടിയും സെൻവാറ്റും മോഡിഫൈഡ് സെൻവാറ്റും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കോൺഫിഡൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മുടെ കോളേജിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ജോസഫ് സാറ്, അതുപോലെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ, ഇവരെല്ലാവരും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. സബ്ജക്റ്റ് എക്സ്പേർട്ട് ഏതാണ്ട് ഒരു 10-18 ചോദ്യങ്ങളോളം എന്നോട് ചോദിച്ചു. ഒരെണ്ണം പോലും ഇല്ലാതെ എല്ലാത്തിനും ഉത്തരം പറയാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. കാരണം ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാനായിട്ട് സാധിച്ച് വളരെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇൻ്റർവ്യൂവിന് ഇറങ്ങിയത്. കോളേജിൻ്റെ പ്രിൻസിപ്പൽ മടത്തിപ്പറമ്പിലാച്ചൻ, അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകളും വളരെ നല്ലതായിരുന്നു എന്ന് പറയാതിരിക്കാൻ ഒക്കുകയില്ല. കാരണം അദ്ദേഹം എൻ്റെ സർട്ടിഫിക്കറ്റുകളിലൂടെ എല്ലാം ഇങ്ങനെ മറിച്ച് നോക്കി അതിനുശേഷം നല്ല ഒരു പുഞ്ചിരി സമ്മാനിച്ചു. 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതുപോലെ മാനേജർ അച്ഛൻ അന്ന് ഉണ്ടായിരുന്നത്, മാനേജർ അച്ഛനും 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് മാനേജർ അച്ഛൻ ചോദിച്ച ചോദ്യം ടീച്ചിങ് എ പ്രൊഫഷൻ ഓർ വൊക്കേഷൻ. സത്യത്തിൽ അന്ന് ഈ വൊക്കേഷൻ എന്ന് പറയുന്ന സംഗതിയുടെ ഒരു യഥാർത്ഥത്തിലുള്ള അച്ഛൻ ചോദിക്കുന്ന മീനിങ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു ധാരണയില്ലായിരുന്നു. എങ്കിൽ കൂടി അതിനെ എൻ്റേതായിട്ടുള്ള ആശയങ്ങൾ ഞാൻ അതിനെ കൊടുക്കുകയും വളരെ സന്തോഷത്തോടു കൂടി ഇൻ്റർവ്യൂ ഇറങ്ങി പോരുകയും ചെയ്യാനായിട്ട് സാധിച്ചു. അന്ന് തന്നെ വൈകുന്നേരം തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അച്ഛനെ കാണണം എന്ന്, പ്രിൻസിപ്പൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ കണ്ടപ്പോഴേക്കും മടത്തിപ്പറമ്പിൽ അച്ഛൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ആൻ്റണി ഇദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം. അതുപോലെ തന്നെ എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ക്യാമ്പസിനകത്ത് ചെയ്യാൻ പറ്റും. ഇത് കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് 1ാം റാങ്ക് തരിക. എൻ്റെ കൂടെ ഫിലിപ്പ് സാർ, AP ഫിലിപ്പ് എന്ന് പറയുന്ന ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് റിട്ടയർ ചെയ്ത സാറും ഉണ്ടായിരുന്നു. സാറിന് 2ാം റാങ്കും എനിക്ക് 1ാം റാങ്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ക്യാമ്പസിലേക്ക് വരിക. Anthony, I am very happy that you have done a lot for the college. I was told that you would be retiring this month from the college. From what I heard,
I find that you have involved yourself in the development of the college in many ways, and you have brought credit and academic excellence to the college. I am very proud of your achievements, and I wish you all the blessings of God in your retired life. I know you won't be just leading a retired life. You would give your life to the college in many other ways. A teacher is not only a transfer of knowledge, but also a mentor to students as well as a guide to the college. And you have done that very beautifully well. I wish you all the blessings of God. God bless you. ഞാൻ 1995 സെൻറ്റ് ബെക്ക്മാൻസ് കോളേജിൻ്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അധ്യാപകനായി ജോയിൻ ചെയ്യുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധിപനായിട്ട് ഉണ്ടായിരുന്നത് KJ എബ്രഹാം സാറാണ്. അദ്ദേഹത്തെ എപ്പോഴും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് ഓർക്കുക. കാരണം വളരെ കാർക്കശ്യ നിലപാടുകളുള്ള, വളരെ തൻ്റെ ഇടമുള്ള, എന്നാൽ വിദ്യാർത്ഥികളെയും സഹാധ്യാപകരെയും ഒക്കെ നല്ല സ്നേഹമുള്ള, നല്ല നേതൃപാഠവുമുള്ള ഒരു അധ്യാപകനായിരുന്നു പ്രൊഫസർ KJ എബ്രഹാം. അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് ക്ലാസ്സുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വളരെയധികം ആസ്വദിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ സർവീസുള്ള കാക്കാന്തോടൻ സാറ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശേഷം കാക്കാന്തോടൻ സാറാണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയത്. സാറ് അക്കൗണ്ടിങ്, ഓഡിറ്റിങ് പോലെയുള്ള വിഷയങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. വളരെ ആരോഗ്യദൃഢഗാത്രനായ ഒരു മനുഷ്യനായിരുന്നു, സ്നേഹസമ്പന്നനായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് സാറിൻ്റെ മുഖം ഇപ്പോഴും ഓർക്കുക. ഇപ്പോഴദ്ദേഹം US അതിനുശേഷം കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാരഥ്യം ഏറ്റെടുത്തത് നമ്മുടെ സ്റ്റീഫൻ സാറായിരുന്നു. സാർ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലുമായി അതിനുശേഷം PC ജോസ് സാറ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി. ഈ മുതിർന്ന അധ്യാപകരെയൊക്കെ ഓർക്കുമ്പോൾ ഇവരെല്ലാവരും അവരവരുടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ വളരെ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന, വിദ്യാർത്ഥികളെയൊക്കെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ നല്ലവണ്ണം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരുന്ന അധ്യാപകരായിരുന്നു. സ്റ്റീഫൻ സാറ് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ ഏരിയ. അക്കാലത്ത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസോ ഓതേഴ്സിനെയോ ഒന്നും കാണാൻ ഉള്ള സാഹചര്യങ്ങളൊന്നും ലൈബ്രറിക്ക് പുറത്ത് ഇല്ല എങ്കിൽ കൂടി സ്റ്റീഫൻ സാർ അത്തരം ഓതേഴ്സിനെയൊക്കെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും യഥാർത്ഥത്തിൽ കോളേജുകളിൽ നടക്കുന്ന സെമിനാറുകളിലും ക്ലാസ്സിലുമൊക്കെ പത്രങ്ങളിൽ വരുന്ന കട്ടിങ്ങുകളും മാഗസിനുകളിൽ വരുന്ന ആർട്ടിക്കിൾസിൻ്റെയും ഒക്കെ കോഡ്സ് കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് വിദ്യാർത്ഥികളെ ക്ലാസ് വളരെ രസകരമായി കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനായിരുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ SB കോളേജിൻ്റെ പ്രിൻസിപ്പൽമാരിലെ ഞാൻ കണ്ടിട്ടുള്ളവരിലെ ഒരു വളരെ മഹാനായ പ്രിൻസിപ്പലായിട്ടാണ് ഞാൻ സ്റ്റീഫൻ സാറിനെ കാണുക. PC ജോസ് സാറും ഇതുപോലെ തന്നെ വളരെ പ്രസിദ്ധനായ ഒരു അധ്യാപകനായിരുന്നു ക്യാമ്പസിൽ. അത് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, കോളേജിൽ മൊത്തത്തിൽ വളരെ അറിയപ്പെടുന്ന അധ്യാപകനായിരുന്നു. കാരണം കോളേജിൻ്റെ പൊതുവായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിരുന്ന ആളാണ്. കോളേജ് യൂണിയൻ്റെ അഡ്വൈസറായി വളരെ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കോളേജിൽ വരുന്ന പൊതുവായ പ്രവർത്തനങ്ങളൊക്കെ, അതായത് ആർട്സ് ഫെസ്റ്റിവൽ ആണെങ്കിലും കോളേജ് ഡേ ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അഹോരാത്രം വിദ്യാർത്ഥികളുടെ കൂടെ പണിപ്പെട്ട ഒരു അധ്യാപകനാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് സാറിനെ ഓർക്കുന്നത്. പിന്നീട് തോമസ് ആൻ്റണി സാറ്, കുഞ്ചെറിയ സാറ്, ഈ രണ്ടു പേരെയും ഒരുമിച്ച് പേര് പറയുന്നതിൻ്റെ കാരണം ഏകദേശം സർവീസ് ഒരുപോലെയുള്ള ആൾക്കാരായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പ്രകൃതം ഏതാണ്ട് ഒരുപോലെയുള്ളതായിരുന്നു. കാരണം രണ്ടുപേരും നല്ല എൻ്റർടൈനേഴ്സായിരുന്നു. ഒരുപാട് ആളുകളെ സന്തോഷിപ്പിച്ച, കഥകൾ പറഞ്ഞും ഒക്കെ ഒരുപാട് ആളുകളെ സന്തോഷിപ്പിച്ച രണ്ട് അധ്യാപകരാണ്.
അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങളിലുമൊക്കെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഇവർ രണ്ടുപേരും നല്ല എൻ്റർടൈനേഴ്സ് എന്നുള്ള നിലയിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന അടുത്ത ഒരു നിരയാണ് നമ്മളുടെ ജേക്കബ് തോമസ് ചമ്പക്കുളം സാറ്, ജേക്കബ് തോമസ് കൊട്ടാരക്കര സാറ്, MC ബേബി സാറ്, നൈനാൻ സാറ്, അതുപോലെ ജെയിംസ് ദേവസ്യ സാറ്. ഈ അധ്യാപകരെയും ഒക്കെയും വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടിയേ ഓർക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും വളരെ മിടുക്കരായിരുന്നു. ഇതിൽ വളരെ പ്രധാനമായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു അധ്യാപകനുണ്ട്, ജോബ് ജോസഫ് സാറാണ്. ജോബ് സാറ് ഞാൻ വരുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ജെയിംസ് ദേവസ്യ സാറിന് തൊട്ട് മുകളിലുള്ള അധ്യാപകനായിരുന്നു. സാറും വളരെ നല്ല കലാകാരനായിരുന്നു. കോളേജിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഒക്കെ അതിനൊക്കെ വളരെ സജീവമായി നിലകൊണ്ടിട്ടുള്ള, കോളേജിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു. കോളേജിൻ്റെ പല വേദികളിലും, അതായത് സ്റ്റാഫ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായും പ്രസിഡൻ്റായും ഒക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. ജേക്കബ് തോമസ് സാറ് ചമ്പക്കുളം സാറും അതുപോലെ തന്നെ വളരെ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായി ദീർഘകാലം സേവനം ചെയ്ത ആളാണ്. എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട അധ്യാപകരിൽ രണ്ടുപേരെ ഇനിയും ജേക്കബ് തോമസ് കൊട്ടാരക്കര സാറ്, ഇവിടെ പൊതുവെ ജൂനിയർ സാറെന്ന് അറിയപ്പെടും, ലോ സാറെന്നറിയപ്പെടും. ബിസിനസ് ലോ പഠിപ്പിക്കുന്നതിൽ വളരെ പ്രഗത്ഭനായിരുന്നു. വിദ്യാർത്ഥികളൊക്കെ ഇപ്പോഴും പഴയ വിദ്യാർത്ഥികൾ ആര് വിളിച്ചാലും ജേക്കബ് തോമസ് സാറിൻ്റെ കാര്യം അന്വേഷിക്കും. കാരണം അത്രയ്ക്ക് പ്രിയങ്കരനായ അധ്യാപകനായിരുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു നല്ല അധ്യാപകനായിരുന്നു, സ്നേഹസമ്പന്നനായിരുന്നു. എനിക്കും ജീവിതത്തിൽ ഇവിടെ വന്ന് പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നപ്പോൾ അതിനൊക്കെ എനിക്ക് നല്ല പിന്തുണ നൽകിയിട്ടുള്ളൊരു അധ്യാപകനാണ്. ജെയിംസ് കുട്ടി നൈനാൻ സാറും ഈ പറഞ്ഞതുപോലെ വളരെ സ്നേഹസമ്പന്നനാണ്, അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു അധ്യാപകനായിരുന്നു. ചില വിദ്യാർത്ഥികളൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വളരെയധികം ആസ്വദിച്ചിരുന്നു. മറ്റ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലിയുടെ പ്രത്യേകതകൾ കൊണ്ടാകാം ചിലപ്പോൾ ഒരു പക്ഷേ അത്രയധികം അത് ആസ്വദിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റലിജൻസിൻ്റെ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിലുള്ള കൊമേഴ്സ് അധ്യാപകരെക്കാൾ ഒരു പിടി മുന്നിൽ നിൽക്കുന്ന ഇൻ്റലിജൻസ് ഉള്ള ഒരു അധ്യാപകനായിരുന്നു. ജെയിംസ് ദേവസ്യ സാർ എപ്പോഴും വളരെ നല്ല ഭക്തനായ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൂർണ്ണമായിട്ടും സമർപ്പിച്ച ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം പ്രധാനമായും അക്കൗണ്ടൻസി പോലെയുള്ള വിഷയങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇനിയും ബേബി സാറാണ്. ബേബി സാറ് 3 വർഷത്തോളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു. വളരെ സാത്വികനായ മനുഷ്യൻ. കോളേജിൽ, കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ അദ്ദേഹത്തെ പോലെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു അധ്യാപകനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിതുവരെയും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് CS, CWA, അതുപോലെ CFA ഇതുപോലെയുള്ള ധാരാളം പ്രൊഫഷണൽ ഡിഗ്രികൾ ഉള്ള ഒരു അധ്യാപകനായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നും യാതൊരു ഭാവവും പ്രവൃത്തിയിലോ ഒന്നും കാണിക്കാത്ത വളരെ സൗമ്യനായ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. ബിനു സാർ ഇപ്പോൾ കഴിഞ്ഞു പോയ NAAC അക്രഡിറ്റേഷനിലെ കൊമേഴ്സ് SB കോളേജിൻ്റെ IQAC കോർഡിനേറ്ററായിരുന്നു. നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയൊരു ഹെറിറ്റേജായി പറയാൻ പറ്റുന്ന ഒരു കാര്യം ആണ് IQAC കോർഡിനേറ്റർ എന്നുള്ള നില. അതായത് ഈ കോളേജിൻ്റെ ഒന്നാമത്തെ IQAC കോർഡിനേറ്റർ സ്റ്റീഫൻ മാത്യു സാറായിരുന്നു. അതിനുശേഷം പിന്നീട് സാബൻ സാറ് IQAC കോർഡിനേറ്റർ ആയതിനു ശേഷം അടുത്ത IQAC കോർഡിനേറ്ററായിട്ട് ഞാൻ വന്നു. അതിനുശേഷം വീണ്ടും ബിനു സാർ വന്നു. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് 3 IQAC കോർഡിനേറ്റർമാർ ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുണ്ടായി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതൊരു വലിയ സൂചനയാണ്. കാരണം കോളേജിന് വേണ്ടി കമ്മിറ്റഡായി ജോലി ചെയ്യാൻ പ്രാപ്തരാണ് എന്ന് മാനേജ്മെൻറ്റിന് പൂർണ്ണ ബോധ്യമുള്ള ആളുകളെയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ IQAC കോർഡിനേറ്റർമാരായിട്ട് വെക്കുക. അപ്പോൾ അതിൽ 3 പേര് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ കാലഘട്ടം കൊണ്ടുണ്ടായി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ബിനു സാറ് വളരെ ശ്രേഷ്ഠമായ രീതിയിലാണ് കഴിഞ്ഞ അക്രഡിറ്റേഷൻ പരിപാടികളൊക്കെ നടത്തിയത്. എല്ലാവരെയും ഒരുപോലെ നിർത്തുന്നതിലൊക്കെ നല്ല പ്രാഗൽഭ്യമുള്ള
ഡോക്യുമെൻറ്റേഷനിലും ഒക്കെ IQACക്ക് പുതിയ ഓഫീസ് വരികയും അതിൻ്റെ മോഡേൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനൊക്കെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത ഇപ്പോഴും IQAC കോർഡിനേറ്റർ ആയിരിക്കുന്നത് ബിനു സാർ തന്നെയാണ്. ബിനു സാറ് കുറച്ച് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്നേഹസമ്പന്നനായ ഒരു സഹപ്രവർത്തകനെന്നും ഒരു സഹോദരനെ പോലെയുള്ള ആൾ, എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ജാൻസൺ സാറാണ് വരുന്നത്. ജാൻസൺ സാറ് ഈ ക്യാമ്പസിൽ വരുന്നതിന് മുൻപ് തന്നെ വളരെ അടുത്ത പരിചയവും അടുപ്പവും ഒക്കെ ഉള്ള ആളാണ്. കാരണം ഇവിടെ സാറിനെ BCom ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. അവരുടെയൊക്കെ ക്ലാസ്സുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ ഡൈനമിക്കായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഈ കാലത്തൊക്കെ ജാൻസൺ സാറ് നയിച്ചത്. ഇനിയും അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരിൽ വരുന്നത് സെബാസ്റ്റ്യൻ സാറാണ്. സെബാസ്റ്റ്യൻ സാറിനെ എൻ്റെ വിദ്യാർത്ഥിയാണ്. BComലും MComലും ഞാൻ പഠിപ്പിച്ചിരുന്നു. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അധ്യാപകനാണ്. ഈ കോളേജിലെ അധ്യാപകനായി വരുന്നതിന് മുൻപ് അദ്ദേഹം സെയിൻറ്റ് ഗിബ്സ് കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോഴും ഞങ്ങൾ തമ്മിൽ വളരെ നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഈ കോളേജിൽ എത്തിയതിന് ശേഷം കോളേജ് ഓട്ടോണമസ് ആകുന്ന കാലം മുതൽ സെബാസ്റ്റ്യൻ സാറിന് കോളേജിൽ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കോളേജ് ആദ്യമായി ഓട്ടോണമി എടുക്കുകയും PG അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ അഡ്മിഷൻ ടീമിൽ ഉൾപ്പെടുത്തി. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു എക്സൽ ഫയൽ ഉപയോഗിച്ചിട്ടാണ് ആദ്യമായി ഞങ്ങൾ PGയുടെ അഡ്മിഷൻ ഓട്ടോണമിയിൽ നടത്തിയത്. ആ കാലം മുതൽ അതുപോലെ തന്നെ ഓട്ടോണമി ഇൻസ്പെക്ഷന് ഒരു UGCയുടെ ടീം വന്നപ്പോൾ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു PPT ഉണ്ടാക്കാൻ വേണ്ടിയും ഈ സാറിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയിരുന്നു. വളരെ മനോഹരമായ PPT കണ്ട് ശരിക്കും ഈ UGC ടീമൊക്കെ കോരിത്തിരിച്ചു പോയിട്ടുണ്ട്. ശരിക്കും ഒന്നാം തരം പ്രസൻറ്റേഷൻ ഉണ്ടാക്കി തരാനുള്ള അങ്ങനെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അപ്പോൾ ഈ കോളേജിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ വലിയ പ്രവർത്തനങ്ങളാണ് നടക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങളോട് കൂടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യശസ് ഉയർത്തുന്നതിൽ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ കോളേജിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ, മാനേജ് ചെയ്യുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ സെബാസ്റ്റ്യൻ സാറ്. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റിലെ അടുത്തതായിട്ട് വരുന്ന അത് രഞ്ജിത്ത് ജോസാണ്. രഞ്ജിത്തും ഞാൻ പ്രീഡിഗ്രിയിലും ഡിഗ്രിയിലും PGയിലും പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണ്. അത് വിദ്യാർത്ഥി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സഹപ്രവർത്തകനായിട്ട് കരുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഇവിടെ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തോടും ഞാൻ ഇവിടെ സർവീസിൽ ജോയിൻ ചെയ്യുന്ന കാലം മുതൽ വളരെ നല്ല അടുപ്പമുള്ളതാണ്. കുടുംബത്തോട് അടുപ്പമുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് രഞ്ജിത്തിനോട് കുറച്ചധികം കടപ്പാടുണ്ട്. കാരണം ഈ 2015 ശേഷം എനിക്ക് ശാരീരികമായ ഒരു കാര്യമായ ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും അദ്ദേഹത്തെ കാണിക്കുകയും ബുക്കിംഗ് നടത്തുകയും എൻ്റെ കൂടെ വരികയും ഒക്കെ ചെയ്ത 2 പേരുണ്ട്. അതൊന്ന് രഞ്ജിത്ത് സാറും മറ്റൊന്ന് ബിനു സാറുമാണ്. വീട്ടിലുള്ള ആളുകളോട് പലപ്പോഴും ഭാര്യയല്ലാതെ വേറെ ഒരാളോടും എനിക്കൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ കുടുംബത്തിലുള്ള ഒരാളും വരാനില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഈ 2 ആളുകൾ ചേർന്നിട്ടാണ് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. വല്ലാത്ത ഒരു മറക്കാനൊക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. ആ കാലഘട്ടത്തിൽ എന്നോടൊപ്പം നിന്ന ആളുകളെ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. രഞ്ജിത്ത് യഥാർത്ഥത്തിൽ വളരെ നല്ല ക്രിട്ടിക്കൽ മൈൻഡുള്ള, അനലിറ്റിക്കൽ തിങ്കിങ് ഉള്ള അധ്യാപകനാണ്. അതുപോലെ രഞ്ജിത്തിൻ്റെ PhDയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടി അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നീടുള്ളത് സോജൻ സാറ്. സോജൻ സാറ് എനിക്ക് BComലും MComലും എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു.
വളരെ മിടുക്കനായ വിദ്യാർത്ഥിയാണ്, വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. കുറേയധികം നാൾ ചങ്ങനാശ്ശേരിയിലെ യുവദീപ്തി എന്ന് പറയുന്ന കോളേജിൽ അധ്യാപകനായിരുന്നു. അതിനുശേഷമാണ് കോളേജിലേക്ക് വന്നത്. ഇനിയും അതിനുശേഷം അതുപോലെ തന്നെ അനീഷ് മോൻ സാറ്, എൻ്റെ വിദ്യാർത്ഥി അല്ലാത്ത ഒരേ ഒരു സഹ അധ്യാപകൻ ഇപ്പോൾ ഉള്ളത് ഈ അനീഷ് മോൻ സാറാണ്. സാർ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരിക. അദ്ദേഹത്തെ സംസാരിക്കുന്നത് തന്നെ എനിക്ക് വല്ലാത്ത ഒരു അനുഭൂതിയാണ്. കാരണം വളരെ റാഷണലായിട്ടുള്ള, ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ഉള്ള, എനിക്ക് അത്ഭുതം തോന്നും ചിലപ്പോൾ ചില കാര്യങ്ങളെയൊക്കെ സമീപിക്കുന്ന ആ രീതി കണ്ടാൽ വല്ലാത്ത ഒരു പ്രത്യേകത തോന്നും. വളരെ റാഷണലായിട്ടുള്ള ഒരാളാണ്. അക്കാഡമിക്കായിട്ട് വളരെ താല്പര്യമുള്ള ഒരു ആളാണ്. വളരെ അടുപ്പമുള്ള, വളരെയധികം അടുപ്പമുള്ള ഒരു അധ്യാപകനാണ് അനീഷ് മോൻ സാറ്. പിന്നീട് നമ്മുടെ ടോമച്ചനും എൻ്റെ ബികോം വിദ്യാർത്ഥിയാണ്. ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വൈദികൻ എന്നുള്ള നിലയിലാണ് ടോമച്ചനെ കാണുന്നത്. സഹാധ്യാപകൻ എന്നുള്ള നിലയിൽ അതിനേക്കാളും ഒക്കെ ഉപരിയായി ഒരു വൈദികൻ എന്നുള്ള നിലയിൽ വളരെ ബഹുമാനം നൽകുന്ന അധ്യാപകനാണ്. അച്ഛൻ എം.കോം പഠിച്ചത് മാരി വെനീസ് കോളേജിലാണ്. അതിനുശേഷം മാരി വെനീസ് കോളേജിൽ തന്നെ കുറച്ച് നാൾ ജോലി ചെയ്തതിന് ശേഷമാണ് ഈ നമ്മുടെ SD ക്യാമ്പസിലേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം പലപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് ചെയ്തു തരാൻ വേണ്ടുന്ന വളരെ വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മകളെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് റെഡിയായിട്ട് എൻ്റെ കൂടെ വരികയും, അതുപോലെ തന്നെ എൻ്റെ മോനെ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയപ്പോൾ ഒരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി വളരെ നിസ്സാരമായി ഹോസ്റ്റൽ അറേഞ്ച് ചെയ്ത് തരികയും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അച്ഛൻ അതെല്ലാം സാധിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള അച്ഛനെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരാളാണ്. എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സീനിയർ അധ്യാപകരെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് യുവാക്കളായിട്ടുള്ള അധ്യാപകരെ കൊണ്ട് നിറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറി. ഞാൻ കാണുന്ന ഒരു വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. എക്കാലത്തും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം, പൊതുവായ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കാര്യമായി പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നേതൃനിരയിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യാപകരുണ്ട്. ആ കാര്യത്തിൽ പണ്ട് ആണെങ്കിലും ഇപ്പോഴത്തെ യുവജനങ്ങളായിട്ടുള്ള അധ്യാപകരാണെങ്കിലും യാതൊരു മാറ്റവുമില്ല. ഒരുപക്ഷെ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കുറേ കൂടി തീക്ഷ്ണമായി കൂടുതൽ മേഖലകളിൽ ഈ ചെറുപ്പക്കാരായ അധ്യാപകർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ.